ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എഫേസോസ് 1-ാം അധ്യായം 4-ാം വാക്യം. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. 1 കൊരിന്തോസ് 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 7-ാം വാക്യം. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥന. വിശുദ്ധിയുടെ നിറുകടമായ ദൈവമേ, എന്നിൽ ഇപ്പോൾ കുടികൊള്ളുന്ന എല്ലാ അശുദ്ധിയിൽ നിന്നും എന്നെ വിശുദ്ധീകരിച്ച് നിന്നെ ദർശിക്കുവാൻ എന്നെ അനുവദിക്കണമേ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എന്നെ നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് നിന്റെ സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ.